നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു സർക്കാർ ജോലി എളുപ്പത്തിൽ നേടാം എന്നതാണ് നമ്മളത്തെ വീഡിയോ. അതുപോലെ തന്നെ പുതിയ തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് PSC കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം തന്നെ PSC രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നിങ്ങളെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരും. പിന്നെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലികളൊക്കെ ഉണ്ടാവും, അവിടുന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക എന്നതാണ് അടുത്ത ചെയ്യേണ്ടത്. പഠിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാണ്ട് ഏറ്റവും നല്ല ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കുന്നതാണ്. കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ അവിടെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് വരും. കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ട് പോകും. അതിലും നല്ലത് നിങ്ങൾ കോച്ചിങ് സെൻറ്ററിലാകുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുക തന്നെ ചെയ്യും. കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് സർക്കാർ ജോലി കിട്ടണം എന്നുള്ള ആ ഒരു ഒറ്റ വാശിയിൽ ഇരുന്നിട്ട് വേണം പഠിക്കാൻ. ഒരിക്കലും നിരാശരാകാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഫസ്റ്റൊക്കെ എക്സാം എഴുതുമ്പോഴൊക്കെ വളരെ കുറഞ്ഞ മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ പിന്നീട് നിങ്ങൾ പഠിക്കുന്തോറും ഒരു എക്സ്പീരിയൻസ് വരുന്നതോറും നിങ്ങൾക്ക് മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി നേടാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്താ വെച്ചാൽ പല ആളുകളുടെയും പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു LDC ആണെങ്കിലും ഒക്കെയാണ് ഒരു 2 ലക്ഷം പേര് അല്ലെങ്കിൽ 3 ലക്ഷം പേരൊക്കെ എഴുതുന്ന പരീക്ഷയല്ലേ, അപ്പോൾ എനിക്ക് കിട്ടുമോ, കുറച്ച് വേക്കൻസിയിലുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ ഒരു 1000 വേക്കൻസി ഉണ്ടെന്ന് കരുതുക. ഈ 1000 വേക്കൻസിയിൽ ഒരാൾ നിങ്ങളാണെങ്കിലോ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സർക്കാർ ജോലി കിട്ടും. പക്ഷെ നിരാശരാവാതെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരുപാട് വാരി വലിച്ച് പഠിക്കുന്ന വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ പഠിക്കാൻ. ഏതൊരു PSCയുടെ എന്ത് ചോദ്യപേപ്പർ ആണെങ്കിലും സിലബസിൽ എന്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പല ആളുകളും എന്നോട് പറയാറുണ്ട്, പഠിച്ചതൊക്കെ മറക്കുകയാണ്, ഞാൻ PSCനെ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ മറന്നു പോവുകയാണെന്ന്. അത് നിങ്ങളൊരു തോന്നൽ മാത്രമാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ എക്സാമിൻ്റെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഉത്തരം വരും. കോൺഫിഡൻസ് ആണ് മെയിനായിട്ട് സർക്കാർ ജോലിയുടെ ആവശ്യം. അതായത് നിങ്ങളെ പല ആളുകളും നിരാശപ്പെടുത്തും, അത് കിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ പലരും കളിയാക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞാനീ ജോലി നേടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ മത്സരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. പിന്നെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷ എന്നുള്ളതാണ്. 100 ചോദ്യം ഉണ്ടാകുക, അതിൽ ഉത്തരം തന്നെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഉത്തരം അതിലുണ്ടെങ്കിൽ തന്നെ കറക്കി കുത്തി കഴിഞ്ഞാൽ കിട്ടുന്നു. ഇല്ല, നിങ്ങൾ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. ഏകദേശം 4 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ നിങ്ങൾ ഏതെങ്കിലും തെറ്റിച്ച് എഴുതി കഴിഞ്ഞാൽ മൈനസ് മാർക്ക് വരും. അതുകൊണ്ട് പഠിക്കാതെ PSC ചെയ്താൽ ഒരു രക്ഷയില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ജോലി നേടാം എന്നുള്ളത് പറഞ്ഞത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയിൽ എളുപ്പത്തിൽ ജോലി നേടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ പല കോഴ്സുകളിലും PSCയുടെ തന്നെ അതായത് LD ടൈപ്പിസ്റ്റ് എന്ന സംഭവമുണ്ട്. LD ടൈപ്പിസ്റ്റ്, LDC അപേക്ഷിച്ച് LDC ടൈപ്പിസ്റ്റിനൊക്കെ വേക്കൻസി ഒക്കെ ഉണ്ടാവും. പക്ഷേ പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ തന്നെ പല സബ്ജക്റ്റുകളിലും ഉള്ള ആളുകളെ പരീക്ഷ എഴുതുന്നതിനും കുറവായിരിക്കും. ഒരു ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് വേണ്ടി അപേക്ഷിക്കുന്ന ആളുകളേക്ക് കൂടുതൽ അറബിക് ടീച്ചേഴ്സിന് ആളുകൾ കുറവായിരിക്കും. അപ്പോൾ അതിലൊക്കെ പോയി അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ PSCയിൽ തന്നെ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള PSCയിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ച് PSC എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതായത് നമ്മളിപ്പോൾ സംവരണം ഉള്ളതുകൊണ്ട് തന്നെ പല കാറ്റഗറിയിലും പല ജോലികൾക്ക് ആളുകൾ അപ്ലൈ ചെയ്യാത്തതുണ്ടാവും. ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഒക്കെ സെലക്ട് ചെയ്ത് നോക്കി കണ്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലും PSC കിട്ടും. PSC പഠിക്കേണ്ട വിധമാണ് ഏറ്റവും വാരി വലിച്ച് പഠിക്കാതെ വളരെ സ്മാർട്ടായിട്ട് പഠിക്കുകയും ഇതിന് കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ശ്രമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലിക്കാരനാകാൻ പറ്റും. ഏറ്റവും വളരെ സുരക്ഷിതമായൊരു ജോബാണ്. പിന്നെ നമ്മളെ സമൂഹത്തിൽ തന്നെ വളരെയധികം ഒരു അഭിമാനവും എല്ലാം കൊണ്ടും സർക്കാർ ജോലി കൊണ്ട് തന്നെ വളരെ ലൈഫ് സുരക്ഷിതമാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ വെറൈറ്റി PSC ബന്ധപ്പെട്ടും സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്താം. നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. PSC കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. വരേക്കും ബൈ ബൈ.